മഴയും വെയിലുമേറ്റ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം തുടങ്ങിയിട്ട് കുറേ കാലം കഴിയുന്നു. പക്ഷെ എന്നിട്ടും നമ്മുടെ സർക്കാർ, സംസ്ഥാന സർക്കാരും പിണറായി വിജയനും അവരെ പരിഗണിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ കൃത്യമായി പരിഗണിച്ചിരിക്കുകയാണല്ലോ മോദി സർക്കാർ. തീർച്ചയായിട്ടും അവർ കഴിഞ്ഞ നമ്മുടെ ഈ 2025 മാർച്ചിലാണ് അവർ സമരം തുടങ്ങിയത്. കഴിഞ്ഞ വർഷമേ കഴിഞ്ഞ വർഷം അവസാനം തൊട്ട് അവർ സമരത്തിൻ്റെ പാതയിലാണ്. പക്ഷേ ഈ ആശമാരിലൊരു വിഭാഗം, ഒരു ചെറിയ വിഭാഗമാണ്, അവർ ഒരുപാട് പേരൊന്നും ഇല്ല. പക്ഷെ എല്ലാവർക്കും വേണ്ടി അവർ കൃത്യമായി തെരുവിലിറങ്ങി എന്നുള്ളതാണ്. അവരുടെ ആവശ്യം വളരെ ന്യായമാണ്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുക, ഈ പിരിഞ്ഞു പോകുമ്പോഴുള്ള ആനുകൂല്യ തുകയും മാന്യമായ 4 പേര് കേൾക്കെ പറയാൻ കഴിയുന്ന ഒരു തുക കൊടുക്കണം. വളരെ ന്യായം. 10 വർഷത്തെ സർവീസ് പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്നവർക്കാണ് ഈ തുക അവരാവശ്യപ്പെടുന്നത്. ഇത് ചെറുപ്പക്കാരികൾക്കേ ഈ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് കുറച്ച് പ്രായമായ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജോലിയല്ല ഈ ആശമാരുടെ ജോലി. കാരണം ഒരു വാർഡ് കേന്ദ്രീകരിച്ചാണ്, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ കീഴിലാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പരിധിയിൽ വരുന്ന വീടുകളിലെല്ലാം പോവുക, വിവരങ്ങൾ, ആരോഗ്യ സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുക, അത് ക്രോഡീകരിക്കുക, ആ റിപ്പോർട്ട് മുകളിലേക്ക് കൊടുക്കുക. ഇതൊക്കെ കുറച്ച് പ്രയാസമുള്ള ജോലിയാണ്. പ്രയാസം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കല്ലും മണ്ണും ചുമക്കുന്നത് പോലത്തെ ജോലിയല്ല. പക്ഷേ വീട് വീടാന്തരം കയറി ഇറങ്ങണം, ഈ വിവരങ്ങളൊക്കെ ശേഖരിക്കണം, അതുപോലെ കിടപ്പ് രോഗികളെ പരിചരിക്കാൻ ചെല്ലണം. അങ്ങനെയൊക്കെയുള്ള നിരവധി ചെറുതും വലുതുമായ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ അവരാവശ്യപ്പെട്ടത് ഒറ്റ ഒരു അവരുടെ ഒരു ദയനീയമായ അവസ്ഥ, അതായത് ഒരു മാസം ഒരു 10,000 രൂപയെങ്കിലും കയ്യിൽ വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശമ്പളം അല്ലെങ്കിൽ ഒരു വരുമാനം, അതാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻസെൻറ്റീവ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചാൽ സംസ്ഥാന സർക്കാരും അതിനനുസരിച്ച് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് അവർ ആ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടെല്ലാം നിരന്തരം ആവശ്യപ്പെട്ട് വരികയാണ്. ഇതിപ്പോൾ ആശമാരുടെ വലിയ യൂണിയനുണ്ട്, CITU നേതൃത്വം കൊടുക്കുന്ന വലിയ യൂണിയനുണ്ട്, ഒരുപാട് ആശാ വർക്കർമാർ അംഗങ്ങളായിരിക്കുന്ന യൂണിയനുണ്ട്. അവരുൾപ്പെടെ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു അനുഭാവപൂർണമായ സമീപനം അവരോട് എടുത്തു പറയേണ്ടത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയം മനസ്സിലാക്കിയ ഉടൻ തന്നെ, കേന്ദ്ര സർക്കാരിന് ഇത് കേവലം കേരളത്തിലെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇതുപോലെ ആശാ വർക്കർമാരുണ്ട്. അവിടെ എല്ലാം ഈ വിഷയം കൊടുക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റൂ. കേരളത്തിന് കൂടുതൽ കൊടുത്തു, തമിഴ്നാട്ടിന് കുറച്ച് കൊടുത്തു, അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ആ കാര്യം ഈ മാർച്ചിൽ പാർലമെൻറ്റ് സമ്മേളനം നടന്നപ്പോൾ കേരളത്തിൻ്റെ MP-യും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ഈ വിഷയം അവിടെ ഉന്നയിച്ചു. മറ്റു പലരും ഉന്നയിച്ചു, NK പ്രേമേന്ദ്രൻ ഉന്നയിച്ചു, അതുപോലെ കോൺഗ്രസിൽ നിന്ന് ഉന്നയിച്ചു, പലരും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപി ആരോഗ്യമന്ത്രി JP നഡ്ഡയെ നേരിട്ട് കണ്ട് സ്ഥിതി ബോധ്യപ്പെടുത്തി. വളരെ ദയനീയമാണ് ഇത്, കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇതിനകത്ത് ഇടപെട്ടേ മതിയാവുള്ളൂ, അങ്ങനെയെങ്കിൽ സംസ്ഥാന സർക്കാരുകളും അതിനനുസരിച്ച് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കും എന്ന് സുരേഷ് ഗോപി കാര്യകാരണ സഹിതം ഇതവിടെ ചൂണ്ടിക്കാട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, അത് വിഷയം പഠിച്ചിട്ട് വേണ്ടത് ചെയ്യാം, എന്തായാലും ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കും. അതുപോലെ ഈ പെൻഷൻ ആനുകൂല്യം വിരമിച്ചു പോകുമ്പോൾ കൊടുക്കുന്ന, നമ്മൾ സാധാരണ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന പോലെ ഒരു തുക ഇവർക്ക് കൊടുക്കും. ആ തുക, കാരണം ഇവർ മുഴുവൻ സമയ സർക്കാർ ജീവനക്കാരെ പോലെയല്ല, ഇവരുടെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വേറെയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വേണ്ടത് ചെയ്യാം. ഇപ്പോൾ 10 വർഷം പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്ന ഒരു ആശയ്ക്ക് കിട്ടുന്നത് 20,000 രൂപയാണ്. അത് ഉചിതമായ രീതിയിൽ വർദ്ധിപ്പിക്കാം എന്ന് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഉറപ്പ് കൊടുത്തു. പാർലമെൻറ്റിൽ കൊടുത്ത ഉറപ്പാണ്. സുരേഷ് ഗോപി അത് സഹർഷം സ്വീകരിക്കുകയും അതിവിടെ കേരളത്തിൽ അറിയിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് അന്ന് തന്നെ ഈ ആനുകൂല്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് അവരുടെ അടുത്ത് റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവർ റിപ്പോർട്ട് കൊടുത്തു. അവരുടെ യോഗത്തിൽ, ആ മിഷൻ ഗ്രൂപ്പിൻ്റെ യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. അന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സമരപന്തൽ സുരേഷ് ഗോപി സന്ദർശിക്കുകയും അടിയന്തരമായി തന്നെ JP നഡ്ഡയെ കാണുകയും ഒരു നിവേദനം നൽകുകയും എന്താണ് ആശാ വർക്കർമാരുടെ പ്രശ്നമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബലമാണല്ലോ ഇപ്പോൾ. തീർച്ചയായിട്ടും. ഇപ്പോൾ
സുരേഷ് ഗോപി സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഫലമായിട്ടാണ്. കാരണം ഈ വിഷയം ആരെങ്കിലുമൊക്കെ പാർലമെൻറ്റിൽ പറയണ്ടേ? ഇത് പാർലമെൻറ്റിൽ വരാതെ മന്ത്രിക്ക് തോന്നിയതുപോലെ തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നാണോ? ഇതിനൊക്കെ ചില നടപടിക്രമങ്ങളില്ലേ? വെറുതെ ഒരു ദിവസം രാവിലെ വന്ന് നരേന്ദ്രമോദി അങ്ങ് പ്രഖ്യാപിക്കുന്നതാണോ രാജ്യത്തെ വികസന നയം? അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഭരണക്രമത്തിൽ വരുത്തുന്ന മാറ്റമൊക്കെ വന്ന് ചുമ്മാ അങ്ങ് കണ്ണുടച്ച് പ്രഖ്യാപിക്കുന്നതാണോ? അല്ല. അതിനൊക്കെ കൃത്യമായിട്ട് പഠനങ്ങളും അതിൻ്റെ കണക്കുകളുമൊക്കെ എടുത്ത് കൃത്യമായി പഠിച്ച് വേണം. അത് ഭാവിയിൽ ധനവകുപ്പിൻ്റെ അംഗീകാരം വേണം. കാരണം ഇവർക്ക് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുമ്പോൾ ഈ പണം അലോട്ട് ചെയ്യേണ്ടത് ധനവകുപ്പാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് ധനവകുപ്പിൽ നിന്ന് ഈ പണം വന്നാൽ മാത്രമേ, ഖജനാവിൽ നിന്ന് ഈ പണം വന്നാൽ മാത്രമേ അവർക്കിത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു, അതിത്രയാക്കി എന്ന് പ്രഖ്യാപനം നടത്തിയാൽ പറ്റില്ല. അതിന് കൃത്യമായിട്ട് ധനവകുപ്പിൻ്റെ അംഗീകാരവും അനുമതിയും വേണം. അങ്ങനെ ആ അംഗീകാരവും അനുമതിയും എല്ലാം നേടിയെടുത്ത് ഇപ്പോൾ ഇതാ ഈ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സഹമന്ത്രി അദ്ദേഹം പ്രതാപ് റാവു ജാദവ് അദ്ദേഹം പാർലമെൻറ്റിൽ ഇന്നലെ മറുപടി നൽകി. ആശമാരുടെ ഇൻസെൻറ്റീവ് 2000-ൽ നിന്ന് 3500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ വിരമിച്ചു പോകുമ്പോൾ 10 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം വിരമിക്കുന്നവർക്ക് 20,000 രൂപ നൽകിയിരുന്നത് 50,000 രൂപയാക്കി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഭാവിയിൽ ഇത് ഇനിയും കൂടും, ഇത് കൂടാതിരിക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ പന്ത് സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിലാണ്. ഇനി വീണ ജോർജിന് വലിയ വർത്തമാനമൊന്നും പറയാനുള്ള അവസരമില്ല, അതിനുള്ള അവകാശവുമില്ല. ഇനി വളരെ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിന് ഇതിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ കേരളമാണ് ആശാവർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന സംസ്ഥാനം എന്നൊക്കെയാണ് ഗീർവാണം അടിക്കുന്നത്. അത് അവരല്ല, കേരളമല്ല. നാം കുറച്ച് നാളുകളായി കാണുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയുമായി യൂറോപ്യൻ നിലവാരം, ആരോഗ്യ മേഖലയുമായി യൂറോപ്യൻ നിലവാരം, ആഭ്യന്തര മേഖലയുമായും വലിയ രീതിയിൽ കണ്ടല്ലോ. എല്ലായിടത്തും നമ്മൾ നമ്പർ 1 ആണ്. പറച്ചിലിൽ മാത്രമാണ് ഈ നമ്പർ 1 എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു പെൺകുട്ടിയെ ദാരുണമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ ജയിലിൽ സൂക്ഷിക്കാൻ പോലും കഴിയാത്ത ആഭ്യന്തര വകുപ്പാണ് നമ്പർ 1. എന്തായാലും ഞാൻ അപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇനി പന്ത് സംസ്ഥാന സർക്കാരിൻ്റെ കോർട്ടിലാണ്. നിങ്ങളും കൂടി മാന്യമായൊരു വർധന വരുത്തിയാൽ ഈ ആശാ വർക്കർമാർക്ക് അത് വലിയ അനുഗ്രഹമായി തീരും. അതുപോലെ തന്നെ അവർക്ക് വിരമിക്കൽ ആനുകൂല്യം 10 വർഷം പൂർത്തിയാക്കിയവർക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് പോലെ സംസ്ഥാന സർക്കാരിനും അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ, അവരുടേതായൊരു സംഭാവന ചെയ്യാം. അത് മാന്യമായ ഒരു തുക ഈ കാര്യത്തിൽ പ്രഖ്യാപനം ഉടൻ വൈകാതെ വരണം എന്നുള്ളതാണ് കേരളം ആഗ്രഹിക്കുന്നത്. ഈ ആശാവർക്കർമാരുടെ സമരം ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് അങ്ങ് ഡൽഹി വരെ എത്തിയതാണ്. നിസ്സാര കാര്യമല്ല. രാജ്യത്തെ മുഴുവൻ ആശാപ്രവർത്തകരുടെയും അന്തസ്സ് കാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അഭിമാനം സംരക്ഷിക്കുന്ന ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇനി നമ്മുടെ സംസ്ഥാന സർക്കാർ മാതൃകയാകേണ്ടത് രാജ്യത്തിന് മുഴുവൻ. കേന്ദ്രം ഇത്ര ചെയ്തു, ഞങ്ങൾ ഇത്ര ചെയ്തു, കേന്ദ്രം ഇത്രയേ ചെയ്തുള്ളൂ, പക്ഷെ ഞങ്ങളിതാ ഇത്ര ചെയ്യുന്നു എന്ന് സംസ്ഥാനത്തിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു അവസരമാണ്, വലിയ നേട്ടം സംസ്ഥാന സർക്കാരിന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ അവരുടെ കൈവശം പന്ത് വന്നിരിക്കുന്നത്. ഇനി ഗോൾ അടിക്കുകയേ വേണ്ടിയുള്ളൂ. വാസ്തവത്തിൽ ആ പോസ്റ്റിൽ ഗോളി ഇല്ലാത്തൊരു പോസ്റ്റാണ്, എങ്കിലും അടിച്ച് ഗോളാക്കാൻ കഴിയുന്ന ഒരവസരമാണ് സംസ്ഥാന സർക്കാരിന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ ഏറ്റവും ഉചിതമായൊരു തീരുമാനം അവർ എടുക്കണം. എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞ വാക്ക് പാലിച്ചു, BJP പറഞ്ഞ വാക്ക് പാലിച്ചു. ഇനി സംസ്ഥാന സർക്കാരാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്, വീണ ജോർജാണ്, ധനകാര്യമന്ത്രി ബാലഗോപാലാണ് ഇനി ഇതിൽ ഇടപെടേണ്ടത്. അവരിടപെട്ട് എത്രയും വേഗത്തിൽ ഒരു മികച്ച തീരുമാനം, ഒരു മെച്ചപ്പെട്ട തീരുമാനം, എല്ലാവർക്കും മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു തീരുമാനം അവരിതിൽ എടുക്കണം എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ആശാവർക്കർമാരുടെ ആശ, അവരുടെ പ്രതീക്ഷ ഒക്കെ തല്ലിക്കെടുത്താത്ത ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൽ നിന്ന് വരും എന്ന ശുഭപ്രതീക്ഷ നമുക്കും വച്ചു പുലർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.